ബിജുവാണേ സി എ. പരാതിയിൽ എന്തെങ്കിലും ഒന്ന് തീർക്കണം ആവശ്യം. പിന്നെ എനിക്ക് അറിയത്തില്ല ആക്ച്വലി നമ്മൾ തമ്മിൽ യാതൊരു വിരോധവും ഇല്ല, എനിക്ക് അറിയത്തില്ല. പിന്നെ എന്തിനാണ് താൻ അന്ന് അങ്ങനെ അത്രയും ചെയ്തേ? അത്രയും വിരോധവും ഇല്ലാതെ ഒരു കാര്യത്തിൽ ഒരു പ്രതികൂലം അല്ലായിരുന്ന എന്നെ ആ സ്റ്റേഷന് വെളിയിൽ നിന്ന് എന്നെ അകത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് എന്തൊക്കെയാ ചെയ്തേ? എന്നെ സഹായിക്കണം, അത്ര എനിക്ക് ഒരപേക്ഷ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും നാളും സഹായിക്കണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടില്ലായിരുന്നു? സഹായിക്കണം പ്ലീസ്. പോലീസ് സ്റ്റേഷനിൽ വെച്ച SFI നേതാവിനെ അകാരണമായി മർദ്ദിക്കുകയും പിന്നീട് ഇതിൽ പരാതി ഉയരുകയും നടപടി ഉണ്ടാകും എന്നൊരു ഘട്ടമെത്തുകയും ചെയ്തപ്പോൾ ഈ മർദ്ദിച്ച അതേ SFI നേതാവിനെ തന്നെ CI വിളിച്ചിട്ട് കാലു പിടിക്കുന്ന രീതിയിൽ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന ഒരു ശബ്ദരേഖയാണ് ഇപ്പോൾ ഫോക്കസ് TV പുറത്തുവിടുന്നത്. പത്തനംതിട്ട ജില്ലയിലെ അടൂരിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. SFIയുടെ ഏരിയ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഹാഷിം മുഹമ്മദിനെയാണ് അടൂർ CI ആയിരുന്ന ബിജു അകാരണമായി സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത്. ഈ മർദ്ദനമേറ്റതിന് ശേഷം ഈ SFI നേതാവ് ഇത് സംബന്ധിച്ച പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്ക് മുഖ്യമന്ത്രിക്കുമടക്കം പരാതി നൽകുന്നു. ആ പരാതിയിൽ ഒരു നടപടി ഉണ്ടാകും എന്നൊരു ഘട്ടം എത്തിയപ്പോഴാണ് ഇതേ SFI നേതാവിനെ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വിളിക്കുകയും സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷിക്കുകയും ചെയ്തത്. ഇതിന്റെ ശബ്ദരേഖയാണ് ഇപ്പോൾ ഫോക്കസ് TV പുറത്തുവിടുന്നത്. ആദ്യം ആ ശബ്ദരേഖയിലേക്ക്. പരാതിയിൽ എന്തെങ്കിലും ഒന്ന് തീർക്കണം ആവശ്യം. ഇതൊന്നും നേരത്തെ ഒന്നും തോന്നിയില്ലായിരുന്നു ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ? പിന്നെ എനിക്ക് അറിയത്തില്ല ആക്ച്വലി നമ്മൾ തമ്മിൽ യാതൊരു വിരോധവും ഇല്ല, എനിക്ക് അറിയത്തില്ല. പിന്നെ എന്തിനാണ് താൻ അന്ന് അങ്ങനെ അത്രയും ചെയ്തേ? അത്രയും വിരോധവും ഇല്ലാതെ ഒരു കാര്യത്തിൽ ഒരു പ്രതികൂലം അല്ലായിരുന്ന എന്നെ ആ സ്റ്റേഷന് വെളിയിൽ നിന്ന് എന്നെ അകത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് എന്തൊക്കെയാ ചെയ്തേ? അയ്യോ, അതെന്ന് പറഞ്ഞാൽ പ്രിവെന്റീവ് അറസ്റ്റ് അല്ലേ, ആ ഒരു നടപടിക്രമമല്ലേ ഉള്ളായിരുന്നു. നിങ്ങൾ എന്റെ കോളറിന് കുത്തിപ്പിടിച്ച് വലിച്ചകത്തോട്ട് കൊണ്ടുപോയത് പിന്നെ എന്തിനായിരുന്നു? അല്ല, ശരീരത്ത് കൈവച്ച് പ്രിവെന്റീവ് അറസ്റ്റ്, അത് നടപടിക്രമമല്ലേ, അല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാവും. എന്റെ ഒരു ബിസിനസ്സിന് എനിക്ക് വന്ന ലോസ് എന്തോന്നറിയോ? എനിക്ക് അത്രയും ദിവസം പോയി ഹോസ്പിറ്റലിലും കിടന്ന് മറ്റേതും കിടന്ന് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും 10-15 ലക്ഷം രൂപ കൊടുത്തിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സ്ഥാപനം അടിനേര് ആയി നിൽക്കുക. എന്റെ അനിയൻ ചെറുക്കനെ അതിനകത്തുണ്ട്, അവന്റെ ചെവിക്ക് ഇപ്പോഴും വേദനയാ, അതറിയോ? അവന്റെ ചെവിക്ക് ഒരു ചെവിക്ക് അവന് കേൾവിക്കുറവുണ്ട്, അതറിയോ? അന്ന് നിങ്ങൾ അവിടെ വന്നിരുന്നിട്ട് അവർ കുറെ ആക്ഷൻ ഹീറോ ബിജു കളിച്ചിരുന്നു. നിയമം വിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിയമം വിട്ട് പലതും ചെയ്തിട്ടുണ്ടല്ലോ സാറേ. ഒരിക്കലും സാറ് നിയമം വിട്ട് അവിടെ സ്റ്റേഷനിൽ ഇരുന്ന് എന്തൊക്കെ ചെയ്തിട്ടുള്ളതിന്റെ എണ്ണം വിട്ട് കാര്യങ്ങൾ ലിസ്റ്റ് എന്റെ ഇരിപ്പുണ്ട്. അതറിയോ? സാറ് മണ്ണ് ലോബി എടുത്തും കാര്യങ്ങൾ ചെയ്തതും എന്തൊക്കെ ചെയ്തെന്നുള്ള എണ്ണ വിട്ട് വെറുതെ ആവശ്യമില്ല അങ്ങോട്ട് സഹായിക്കണം, അത്ര എനിക്ക് ഒരപേക്ഷ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും നാളും സഹായിക്കണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടില്ലായിരുന്നു? സഹായിക്കണം പ്ലീസ്. നമുക്ക് നേരിട്ട് സംസാരിക്കാം, അത് കഴിഞ്ഞിട്ടില്ലേ നമ്മൾ ഫോണിൽ കൂടെ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. 2021 മാർച്ച് മാസത്തിലാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ചില ആളുകൾ തമ്മിൽ ഒരു തർക്കമുണ്ടാവുകയും ഒരു പ്രശ്നമുണ്ടാവുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് അന്ന് അടൂർ SHO ആയിട്ടിരുന്ന ബിജുവും പോലീസ് സംഘവും ആ സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ ഉണ്ടായിരുന്ന ചില ആളുകളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ഇതേ തുടർന്ന് ഈ കസ്റ്റഡിയിലെടുത്ത ആളുകളിൽ SFI പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയത്തിൽ അതേക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്ന് SFIയുടെ ഭാരവാഹിയായിരുന്ന ഹാഷിം മുഹമ്മദ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. പോലീസ് സ്റ്റേഷനിലെത്തി സ്റ്റേഷന്റെ പുറത്ത് നിൽക്കുന്നതിനിടയിൽ SHO പുറത്തേക്ക് ഇറങ്ങി വരികയും ഈ ഹാഷിമിനോട് സംസാരിക്കുകയും പിന്നീട് തോളത്ത് കൈയിട്ടുകൊണ്ട് സ്റ്റേഷനകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയുമായിരുന്നു. എന്നാൽ അകത്ത് ചെന്നതിന് ശേഷം അതിക്രൂരമായി ഈ CI തന്നെ മർദ്ദിച്ചു എന്നുള്ളതാണ് ഹാഷിം പറയുന്നത്. തന്നെയും തനിക്കൊപ്പം ഉണ്ടായിരുന്ന സഹോദരനെയും മർദ്ദിച്ചു. ഇതിന് പിന്നാലെ ഈ CIയെയും സ്റ്റേഷനിലുണ്ടായിരുന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെയും ഹാഷിം മർദ്ദിച്ചു എന്ന് കാട്ടിക്കൊണ്ട് ഒരു കേസെടുക്കുകയും FIR രജിസ്റ്റർ ചെയ്യുകയും കൂടി പോലീസ് ചെയ്തു. ഈ ഒരു കേസിൽ 14 ദിവസത്തോളം ഹാഷിം റിമാൻഡിൽ പോവുകയും ചെയ്തതാണ്. ഇതിന് ശേഷം പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഈ സംഭവത്തിൽ അകാരണമായി പോലീസ് മർദ്ദിച്ചുവെന്നും ഇത്തരത്തിൽ കള്ളക്കേസ് എടുത്തുവെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും മുഖ്യമന്ത്രിക്കുമടക്കം ഹാഷിം മുഹമ്മദ് പരാതി നൽകിയത്. ഈ പരാതിയിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിലൊരു നടപടി ഉണ്ടാകും എന്നൊരു ഘട്ടം എത്തിയപ്പോഴാണ് ഈ സംഭവം നടന്ന് 2 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2023 അന്നത്തെ CI ആയിരുന്ന ബിജു ഈ ഹാഷിമിനെ വീണ്ടും ഫോണിൽ ബന്ധപ്പെട്ടത്. അന്ന് 2023 നടത്തിയ ഫോൺ സംഭാഷണമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ഇത്തരത്തിൽ എന്തിനാണ് ഒരു കാര്യവുമില്ലാതെ നിങ്ങൾ എന്നെ മർദ്ദിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പല തരത്തിലുള്ള ന്യായീകരണങ്ങളാണ് അന്നും ആ CI അവിടെ നിരത്തിയത്. ഏറ്റവും ഒടുവിൽ എങ്ങനെയെങ്കിലും തന്നെ സഹായിക്കണം എന്ന് അയാൾ കാലു പിടിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതും വ്യക്തമായി ആ ഓഡിയോ ക്ലിപ്പിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും ആ ഒരു വോയിസ് നോട്ടിൻ്റെ അവസാനം നമ്മൾ ഫോണിൽ സംസാരിച്ചിട്ട് കാര്യമില്ല, നേരിൽ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹാഷിം ആ സംസാരം
അവസാനിപ്പിക്കുന്നത്. പക്ഷേ അത്തരത്തിൽ നേരിൽ പിന്നീട് തങ്ങൾ കണ്ടിട്ടില്ല, ഒരു ഒത്തുതീർപ്പും നടന്നിട്ടില്ല എന്നും ഈ കേസുമായി ഇപ്പോഴും മുൻപോട്ട് പോവുകയാണ്, കേസിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നുമാണ് ഈ ഹാഷി മുഹമ്മദ് വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും അകാരണമായി ഒരു യുവാവിനെ മർദ്ദിക്കുന്നു, പിന്നീട് ആ സംഭവത്തിൽ ഒരു നടപടി ഉണ്ടാകും എന്ന ഘട്ടമെത്തിയപ്പോൾ ആ മർദ്ദിച്ച യുവാവിനെ തന്നെ വിളിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ കാല് പിടിക്കുന്നതിൻ്റെ ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.